അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട പ്രത്യേകമായ ദിവസമെന്നാണ് മുത്തുനബി മുഹറം 10 പറ്റി പറഞ്ഞത്. ഞായറാഴ്ച മുഹറം 9, തിങ്കളാഴ്ച മുഹറം 10 എല്ലാവരും പരിശുദ്ധമായ മുഹറം 9 10 പ്രത്യേകമായി നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുക. പകലും രാത്രിയുമെല്ലാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റും സ്വലാത്തും ഖുർആൻ പാരായണവും സ്വതക്കയും ഒക്കെ ചെയ്ത് ധാരാളമായി റബ്ബിനോട് ശുക്ർ ചെയ്ത് ധാരാളം ദിക്റുകളൊക്കെ ചൊല്ലി റബ്ബിലേക്ക് അടുക്കാൻ ശ്രേഷ്ഠമായ ഈ ദിവസങ്ങൾ നാം ഉപയോഗപ്പെടുത്തുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറുല്ലാ എന്ന് ശറഫാക്കപ്പെട്ട അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞ മാസമാണ് മുഹറം. അപ്പോൾ പരിശുദ്ധമായ ഈ മാസത്തിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ട്. മുഹറം 10 പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് മാത്രം പോരാ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായി വിശാലത ചെയ്യണം. കുട്ടികളും മുതിർന്നവരും എല്ലാം ആഗ്രഹിക്കുന്ന വിവിധ തരം ഭക്ഷണങ്ങൾ ഉണ്ടാവും. ആ ഭക്ഷണം എല്ലാം അവർക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വലിയ വിശാലതയോട് കൂടെ ചെയ്തു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. മനുഷ്യൻ എന്ത് കൊടുത്താലും മതി എന്ന് പറയില്ല. ഭക്ഷണം കൊടുത്താലാണ് അത് കഴിച്ചു വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയുക. അപ്പോൾ അത് വലിയൊരു ഹൈറായ കാര്യമാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ശ്രദ്ധിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട വളരെ പ്രാധാന്യത്തോടെ പൂർവികർ പരിഗണിച്ചു പോന്ന മാസവും ദിവസവും ഒക്കെയാണ് ഇത്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. ഈ ദിവസത്തെ എല്ലാ സമൂഹങ്ങളും ആദരിച്ചു എന്നതാണ് സത്യം. 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് അവിടുത്തെ ബാല്യത്തിലാണ്. എന്നാൽ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം നടക്കുന്നത് പരിശുദ്ധമായ മുഹറം 10 അങ്ങനെ ഏത് നബിമാരെ എടുത്തു നോക്കിയാലും അവരൊക്കെ അതിനെ ബഹുമാനിച്ചു. മുഹറം 10 എല്ലാ നബിമാരും നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് നിങ്ങളും ആ ദിവസം നോമ്പെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്റാഇന്റെ രാത്രിയിൽ 5 തവണ അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് പരിശുദ്ധ റസൂലിനെ തിരിച്ചുവിട്ട് 50 വക്ത് നിസ്കാരത്തെ 5 ആക്കുന്ന വിഷയത്തിൽ ഇടപെട്ട ആളാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി എത്ര വലിയ ജാഗ്രത നാം പുലർത്തുന്നു. അത് 50 വക്തായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സകലമാന നബിമാരും അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലെ ആളുകളും വളരെയധികം ആദരിച്ച ഈ ദിവസത്തെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ആദരിക്കണം. ആഷൂറ എന്ന ഈ ദിവസത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫറോവയുടെ പട്ടാളത്തിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. ഈ ദിവസമാണ് പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായിട്ട് പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി സ്വസ്ഥത നൽകിയ ദിവസമാണിത്. ഇതെല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ ദാക്കിരീങ്ങളായ അടിമകൾ നോമ്പ് കൊണ്ട് ആ ദിവസത്തെ ഹയാത്താക്കി. ഈ ചരിത്രങ്ങൾ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ദിവസത്തെ അവർ ബഹുമാനിച്ചു. നല്ല ദിവസം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിശാലത കാണിക്കേണ്ടത്, കാരുണ്യത്തിന് ഏറ്റവും വിധേയമാവേണ്ടത് നമ്മുടെ കുടുംബങ്ങളാണ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കാരുണ്യം കാണിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഈ ദിവസത്തിൽ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകമായി വിശാലത നൽകാൻ പറഞ്ഞത്. പരിശുദ്ധ റസൂലിന്റെ സുന്നത്തിനെ ഹയാത്താക്കിക്കൊണ്ട് തൗബ കൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുന്ന, ആത്മീയമായിട്ട് ഹയാത്താക്കുന്ന നല്ല സംസ്കാരമുണ്ടാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.